നമസ്കാരം. ഒരാഴ്ച മുമ്പ് താമരശ്ശേരിയിൽ നിന്ന് ഒരു 13 വയസ്സുകാരിയെ കാണാതെയായി. ഈ പെങ്കൊച്ച് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത് പോലെ അന്നും സ്കൂളിൽ പോയതാണ്. വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. അങ്ങനെ തിരിച്ചെത്താതെ ആയതോടുകൂടിയിട്ട് വീട്ടുകാർ പേടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയപ്പോൾ ഈ വീട്ടുകാർ ഒരു കാര്യവും കൂടി പോലീസുകാരോട് പറഞ്ഞിരുന്നു. ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിക്കൊരു മകനുണ്ട്. ഈ മകനാകും ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ളൊരു സംശയം കൂടി വീട്ടുകാർ പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ പോലീസുകാർ ഏകദേശം ആ ഒരു നിഗമനത്തിലാണ് എത്തിയത്. ഈ പയ്യനാണ് ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള നിഗമനത്തിൽ പോലീസുകാരും എത്തി. പിന്നെ ഈ പയ്യന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള പണിയിലായിരുന്നു പോലീസുകാർ. ഏകദേശം ഒരാഴ്ചയോളം എടുത്തു. പക്ഷേ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവരെവിടേക്ക് പോയി, എന്താണ് അവർ ചെയ്യുന്നത് എന്നൊന്നും പോലീസുകാർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് പോലീസുകാർക്ക് ഇവരുടെ ലൊക്കേഷനൊന്നും അറിയത്തില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് അവരെ കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു പോലീസ് അവരെ രണ്ടാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യൻ തന്നെയാണ് ഈ പെങ്കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ചെറിയ പെൺപിള്ളാരെ കടത്തിക്കൊണ്ട് പോകാൻ ഒരു പാടുമില്ല. സ്കൂളിൽ പോകുന്നതായിരിക്കും, അവിടെ നിന്നാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. എത്ര എളുപ്പത്തിലാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇല്ല കപ്പലണ്ടിയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നത് പോലെയാണ് പെൺപിള്ളാരെ ഈ നാട്ടിൽ നിന്ന് കടത്തി വേറൊരു സ്റ്റേറ്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങ് റിപ്പീറ്റ് ചെയ്യാണ്. ഈ മാലപ്പടക്കത്തിനൊക്കെ തീ കൊളുത്തുന്നത് പോലെയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് തുടക്കം ഇട്ടാൽ മതി, പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഭവമായിരിക്കും ആവർത്തിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഒരു മാസത്തിനിടയിൽ എത്ര മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ കുറേ എണ്ണത്തിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു, കുറേ എണ്ണത്തിൻ്റെ ജീവൻ പോയി. അപ്പോൾ ഏതായാലും ഈ പെൺകൊച്ചിൻ്റെ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെടും. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഇവരുടെയും CCTV ദൃശ്യമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ബംഗളൂരുവിൽ എവിടെ വെച്ചാണ് ഇവരെയും കണ്ടെത്തിയത്? ദിവ്യ, ബംഗളൂരു നഗരത്തിൽ നിന്ന് തന്നെയാണ് ഇരുവരെയും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് താമരശ്ശേരി പോലീസ് നൽകുന്ന വിവരം. അതായത് ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ യുവാവും ബംഗളൂരുവിലുണ്ട് എന്ന വിവരം ഇവിടെ നിന്ന് കർണാടക പോലീസിന് കൈമാറുകയായിരുന്നു. കർണാടക പോലീസ് അവിടെ ചെന്ന് പരിശോധിച്ചതിന് ശേഷം സ്ഥിരീകരണം വരുത്തിയ ശേഷമാണ് താമരശ്ശേരി പോലീസിന് വിവരമറിച്ചപ്പോൾ താമരശ്ശേരി പോലീസ് സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോലീസ് ബംഗളൂരുവിലെത്തും. തുടർന്ന് പെൺകുട്ടിയെയും യുവാവിനെയും നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും 11-ാം തീയതിയാണ്, ഈ മാസം 11-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് പോയ പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്താനായില്ല എന്നാണ് വീട്ടുകാരുടെ പരാതി. ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞ് 14-ാം തീയതിയാണ് ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ ബന്ധുവായ യുവാവും തൃശ്ശൂർ KSRTC സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുക്കാനായി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് യുവാവിനൊപ്പമാണ് പെൺകുട്ടി പോയതെന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാകുന്ന തെളിവ് പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷം ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിനു മുമ്പും ഈ പെങ്കൊച്ചിനെ ശല്യം ചെയ്തിട്ടുണ്ട്, ഈ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ കൊച്ചിൻ്റെ വീട്ടുകാർ ഈ പയ്യനെതിരെ നേരത്തെ തന്നെ കേസ് കൊടുത്തതാണ്. ആ കേസിൽ ജയിൽവാസമൊക്കെ അനുഭവിച്ച് അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ് പിന്നെയും അതേ പരിപാടി തന്നെ കാണിച്ചത്. ഈ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഈ പയ്യനും ഈ പയ്യൻ്റെ വീട്ടുകാരും നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഈ പെൺകൊച്ചിൻ്റെ അമ്മ പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാകാം ഈ പെൺകൊച്ചിനെ കൊണ്ടുപോയതെന്നാണ് ഈ അമ്മ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഇവർ രണ്ടുപേരും കൂടി നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യമുണ്ട്. ആ ദൃശ്യം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? ആ ദൃശ്യം കണ്ടിട്ട് ആ പെങ്കൊച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് അയാളുടെ ഒപ്പം നടന്നു പോകുന്നതാണ് കാണുന്നത്. ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണ് എന്നുള്ള ആ ഒരു നിഗമനം ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഇനി ഒരുപക്ഷെ ആയിരിക്കാം, പരിചയമുള്ള ആളായതുകൊണ്ട് അയാളുടെ ഒപ്പം പോയതായിരിക്കാം. 13 വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. ഇതിന് മുമ്പ് തൊട്ടേ പരിചയമുള്ളതാണ്. അതായത് അച്ഛൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ അപ്പച്ചിയാണല്ലോ, റിലേഷൻ അനുസരിച്ച് അപ്പച്ചിയുടെ മകനാണ്.
അപ്പോൾ ആ ഒരു പരിചയത്തിൽ അയാളോടൊപ്പം പോയതാണോ, ഭീഷണിപ്പെടുത്തിയതാണോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന കേസിൽ ഇയാൾ നേരത്തെ പ്രതിയാണ്. ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി, അയാൾ സ്റ്റിൽ ഇപ്പോഴും പ്രതി തന്നെയാണ്. എന്നിട്ട് അയാളെ ട്രാക്ക് ചെയ്യാനോ, അയാൾ എന്താണ് ചെയ്യുന്നത്, അയാളുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാനോ ഒന്നും ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ ജാമ്യത്തിൽ വിടുന്നത്? ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറക്കി വിടുന്ന സമയത്ത് അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, പിന്നെയും ഈ പരിപാടിയൊക്കെ ആവർത്തിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ട്രാക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ആ ജയിലിൽ തന്നെ ഇട്ടാൽ പോരെ. ഇത് ട്രാക്ക് ചെയ്യത്തില്ല, ഒന്നുമില്ല, ജാമ്യത്തിൽ ഇറക്കി അങ്ങ് അഴിച്ചു വിട്ടേക്കാണ്. നമ്മുടെ നാട്ടിൽ ജാമ്യത്തിൽ ഇറങ്ങി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വർഷം തന്നെ അങ്ങനെ എന്തുമാത്രം കേസുകൾ നമ്മൾ കേട്ടു മാധ്യമങ്ങളിലൂടെ. എന്നിട്ടും ചുമ്മാ ജാമ്യത്തിൽ അങ്ങ് ഇറക്കി വിടുകയാണ്. അങ്ങനെ വെറുതെ ജാമ്യത്തിൽ ഇറക്കി വിട്ടാൽ പോരാ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇന്റർനാഷണലി വേറെ കൺട്രീസിലൊക്കെ ഇതുപോലെ ജാമ്യത്തിൽ ഇറങ്ങുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അവർ ആ ഒരു ബൗണ്ടറി വിട്ട് പോകുന്നുണ്ടോ, അവരെന്താണ് ചെയ്യുന്നത്, ഓരോ ഇന്റർവെൽ അനുസരിച്ച് വിളിച്ചന്വേഷിക്കും, അല്ലെങ്കിൽ പോയി അന്വേഷിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ നോക്കാൻ പോലീസുകാർക്ക് പറ്റുന്നില്ല അല്ലേ? നമ്മുടെ നിയമവും നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന പ്രൊസീജിയറും ഒക്കെ തന്നെ ഇപ്പോഴും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അഥവാ അപ്ഡേറ്റ് ചെയ്താലും ആരും അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അതാണ് സത്യം. കാലത്തിനനുസരിച്ച് ഓരോരോ ആക്ടിവിറ്റീസിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഒരാഴ്ചയായി, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, ഒരാഴ്ചയായിട്ട് ആ പെങ്കൊച്ച് ആ പയ്യൻ്റെ ഒപ്പമാണ്, ആ ചെറുക്കൻ്റെ ഒപ്പമാണ്. എന്തും ഏത് നിമിഷവും സംഭവിക്കാം. ഒരാഴ്ചയായിട്ട് താളം തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസ്. എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം. പക്ഷെ അതിനൊന്നുമുള്ള സംവിധാനം ഇവിടെ ഇല്ല.